റിയൽ മാഡ്രിഡ് ഫാൻസ് ഈ കാര്യം നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാമെന്നുള്ളത് നിങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ. എന്താണെന്നുള്ളതല്ലേ, കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബ് രണ്ട് പ്രാവശ്യം മാത്രമേ എന്തായിട്ടുള്ളൂ, ട്രോഫി ലെസ് ആയി പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. 2009-2010 സീസണിലും 2020-21 സീസണിലുമാണ്. ഈ 2 സീസണുകളിലും ഞാനത് ഈ സീസണെ വെച്ച് കൂട്ടുന്നില്ല, പക്ഷെ എന്നാലും ഇതില്ലാതെ 2 സീസണുകളാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 2 സീസൺ മാത്രമാണ് ട്രോഫി ലെസ് ആയി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ ലെജൻസ് ആയിട്ട് അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ബെസ്റ്റ് ക്ലബ്ബായിട്ട് റയൽ മാഡ്രിഡ് നിൽക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല എൻ്റെ മാറ്റർ എവിടെയാണെന്ന് വെച്ചാൽ 2009-2010 സീസണിലാണെന്നുണ്ടെങ്കിലും 2020-21 സീസണിലും ട്രോഫി ലെസ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റീബിൽഡ് ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ് ഫോഴ്സ് ഫിറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അവർ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണ്. ആൻഡ് അതിൽ ഒരുപാട് പ്ലേയേഴ്സിനെ വാങ്ങലും കോച്ചിനെ മാറ്റലും പല കാര്യങ്ങളിലും ചേഞ്ചസ് കൊണ്ടുവന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ സീസണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഉറപ്പാണ് റീബിൽഡിങ്ങിൻ്റെ ടൈം തന്നെ ആയിരിക്കും ഇത് എന്നുള്ളത്. 2009-2010 കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള റീബിൽഡ് ആയിരുന്നു എന്ന് തന്നെ പറയണം. കാര്യം കോച്ചിൻ്റെ കാര്യത്തിലായാലും ശരി, ഒരുപാട് പ്ലേയേഴ്സിലാണെന്നുണ്ടെങ്കിലും ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ റീബിൽഡ് ചെയ്തത്. 2020-21 സീസണിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ കോവിഡിൻ്റെ ഫിനാൻഷ്യൽ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്മാർട്ടായിട്ടാണ് റയൽ മാഡ്രിഡ് നീങ്ങിയിരുന്നത്. ഇപ്പോൾ ആ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലാതെ വീണ്ടും ചിലപ്പോൾ ഒരു അഗ്രസീവായിട്ടുള്ള റയൽ മാഡ്രിഡിനെ മാർക്കറ്റിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അറിയില്ല, നമ്മൾ കാത്തു തന്നെ ഇരിക്കണം. ഒരുപാട് റൂമേഴ്സുകൾ പല പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും പുതിയ കോച്ചായി, പുതിയൊരു പ്ലെയറായി, അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ ഓർ ആസ് എ ഫുട്ബോൾ ഫാൻ, നിങ്ങൾക്ക് ആരാണ് റയൽ മാഡ്രിഡ് സ്ക്വാഡിലേക്ക് ഈ സീസണിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം.